ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നടന്നത് ബിയാങ്ക ബെലയർ വേഴ്സസ് നയ ജാക്സ്. ഇവർക്ക് തമ്മിലുള്ള ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റ് മാച്ചിന്റെ സെമി ഫൈനൽ മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് കാണാനായിട്ട് സെമി ഫൈനൽ വിൻ ചെയ്ത ലൈറ വാൽക്കീരിയ വന്നിട്ടുണ്ടായിരുന്നു ഓഡിയൻസിന്റെ സൈഡില്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിൽ നയ ജാക്സ് എങ്ങനെയെങ്കിലും ചീറ്റ് ചെയ്ത് വിൻ ചെയ്യും, അല്ലെങ്കിൽ ജേഡ് കാർഗിൽ വന്നുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മാച്ചിന്റെ അവസാനം റോപ്പിന്റെ മുകളിൽ നിന്നും ബിയാങ്ക ബെലർ നയ ജാക്സിനെ കെയോഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ റിങ്ങിൽ വീഴുന്നതായിട്ടും ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നയ ജാക്സ് ബിയാങ്ക ബെലറിന് ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ നയ ജാക്സ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ലൈറ വാൽക്കീരിയെ നോക്കി താൻ ബെക്കി ലഞ്ചിനെ തോൽപ്പിച്ചിട്ടുണ്ടെന്നും റിയ റിപ്ലിയെ തോൽപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് വിമൺസിന്റെ ക്വീൻ ഓഫ് ദ റിംഗ് മാച്ചിൽ ലൈറ വാൽക്കീരിയെയും തോൽപ്പിച്ചുകൊണ്ട് നയ ജാക്സ് ക്വീൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ മാച്ചിൽ ബിയാങ്ക ബെലറിന് ഇഞ്ചുറീസ് സംഭവിച്ചതുപോലെയെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് സ്മാക്ഡൗൺ ബ്രാൻഡിന്റെ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഗ്രേസൺ വാലർ ആൻഡ് അസ്റ്റിൻ തിയറി ഇവരുടെ ഗ്രേസൺ വാലർ എഫക്റ്റ് ഷോയാണ് നടന്നത്. അപ്പോൾ ഈ ഷോനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതായത് ഈ ഷോ വെച്ചത് തന്നെ ഒരു മാച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മെയിനായിട്ടും LA നൈറ്റിനെ ഈ ഷോയിൽ കർമലു ഹൈസ് ഉൾപ്പെടെ വന്നുകൊണ്ട് കളിയാക്കുന്നതായിട്ടാണ് ഈ സെഗ്മെന്റ് മുഴുവനായിട്ടും കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം അവസാനം LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് ഗ്രേസൺ വാലർ എഫക്റ്റ് ഷോയിൽ വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് താഴേക്ക് ഇടുന്നതായിട്ടും ശേഷം ഇവർക്ക് പ്രശ്നം വന്നുകൊണ്ട് LA നൈറ്റിനെ കർമലു ഹൈസും ഗ്രേസൺ വാലറെല്ലാം ചേർന്ന് അറ്റാക്ക് ചെയ്യും. ആ സമയം LA നൈറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് അവിടെ വന്നതിന് ശേഷം ഇവർക്കൊരു 6 മാൻ ടാഗ് ടീം മാച്ചാണ് നടന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അറ്റാക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ മാച്ചിൽ പല സമയത്തും ഗ്രേസൺ വാലർ ടീം LA നൈറ്റിനെ കളിയാക്കിക്കൊണ്ട് അവരുടെ ഭാഗത്ത് പോയി നിന്ന് ടാഗ് ചോദിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് LA നൈറ്റും തിരിച്ചു ചെയ്തിട്ടുണ്ട്. പിന്നീട് മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നാൽ ഗ്രേസൺ വാലർ എപ്പോഴത്തെയും പോലെ റോപ്പിന്റെ ഉള്ളിൽ കൂടെ ജമ്പ് ചെയ്ത് സ്റ്റണ്ണർ ചെയ്യാൻ നോക്കുമ്പോൾ LA നൈറ്റ് BFT ഫിനിഷർ ചെയ്തു. പിന്നീട് LA നൈറ്റ് കർമലു ഹൈസിനെ അറ്റാക്ക് ചെയ്ത് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഒരു സ്പിയർ പോലെയെല്ലാം പോയി. എന്നാൽ അതിനേക്കാൾ മുൻപായിട്ട് മോണ്ടക്സ് ഫോർഡിന്റെ കയ്യിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം മോണ്ടക്സ് ഫോർഡ് ഗ്രേസൺ വാലറിന് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ്, മോണ്ടക്സ് ഫോർഡ് ആൻഡ് ഏഞ്ചലോ ഡോക്കിൻസ് ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ്, യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ലോഗൻ പോളിന്റെ കള്ളത്തരം ഈ സെഗ്മെന്റിൽ പൊളിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ടും ലോഗൻ പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് കോഡി റോഡ്സിനെ മറ്റു റെസ്ലേഴ്സിനെ ചെയ്യുന്നത് പോലെ ബ്രേസ് നെക്കിൾസ് വെച്ച് അറ്റാക്ക് ചെയ്യില്ല. കാരണം കോഡി റോഡ്സ് അതിനേക്കാൾ സിമ്പിളായിട്ട് തോൽക്കും. അതുകൊണ്ട് താൻ അതൊന്നും കൊണ്ടുവരില്ല. അതുകൊണ്ടാണ് മൈക്കിൾ കോളിനെ അത് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നും താൻ സാധാരണ പോലെ വന്നുകൊണ്ട് സിമ്പിളായിട്ട് കോഡി റോഡ്സിനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പുമായി പോകും. ഈ ഒരു ടൈപ്പിലാണ് ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ടും ലോഗൻ പോൾ പോയിട്ടുള്ളത്. എന്നാൽ കോഡി റോഡ്സ് ഒരു റെഫറിയെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോഗൻ പോളിന്റെ കയ്യിൽ നിന്നും ആ ഒരു ബ്രേസ് നെക്കിൾസ് കണ്ടുപിടിക്കുന്നതായിട്ടും അപ്പോൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷവും ലോഗൻ പോൾ പറയുന്നത് ഇത് ഞാനായിട്ട് കൊണ്ടുവന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ചീറ്റ് ചെയ്യുന്ന ആളല്ല, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഡ്രസ്സാണ് വാങ്ങിച്ച് ഇട്ടിട്ട് വന്നിട്ടുള്ളത്. അതായത് കടം വാങ്ങിച്ച് അവൻ ഇങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. പിന്നീട് കോഡി റോഡ്സും ലോഗൻ പോളിനെ കളിയാക്കി സംസാരിച്ചു. അതിനോടൊപ്പം ഇങ്ങനെ ചീറ്റ് ചെയ്ത് വിൻ ചെയ്യരുത്, അല്ലെങ്കിൽ നീ നിറയെ പ്ലാൻ വെച്ചിട്ടുണ്ടെന്നും ഇതുപോലെ നിറയെ വെപ്പൺസ് കൊണ്ടുവരുമെന്നും കോഡി റോഡ്സിന് അറിയാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും ചാമ്പ്യൻഷിപ്പ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിലും ഇവര് നിറയെ സംസാരിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സെഗ്മെന്റ് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സും റാൻഡി ഓർട്ടനും ബാക്ക് സ്റ്റേജിൽ വെച്ച് കണ്ടുമുട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു. പിന്നീട് റാൻഡി ഓർട്ടന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. റാൻഡി ഓർട്ടൻ പറഞ്ഞത് ടോമ ടോങ്ക ഇന്ന് റാൻഡി ഓർട്ടന്റെ കൂടെ ചെയ്യാൻ പോകുന്ന മാച്ചിനെ പറ്റിയാണ്. അതായത് 3 അക്ഷരം കൊണ്ട് ടോമ ടോങ്കയെ അവസാനിപ്പിക്കും. ഈ ലെവലിലാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അവസാനം RKO എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ വുമൺസ് ചാമ്പ്യൻ ബെയ്ലി മാച്ചിന് വരുന്ന സമയത്ത് ടൂർണമെന്റ് സെമി ഫൈനൽ മാച്ച് വിൻ ചെയ്ത നയ ജാക്സ് പോയിട്ട് ബെയ്ലിയോട് ചാമ്പ്യൻഷിപ്പ് സൂക്ഷിച്ചു വയ്ക്കാനും സമ്മർ സ്ലാമിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ബെയ്ലിയുടെ കയ്യിൽ നിന്നും നയ ജാക്സ് വാങ്ങും. കിങ് ഓഫ് ദ റിംഗ് അവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. ക്വീൻ ഓഫ് ദ റിംഗ് അവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പോയത്. അതുപോലെ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് DIY ഇവർക്കൊരു ചെറിയ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും കാണിച്ചിരുന്നു.
പിന്നീട് വുമൺസ് ചാമ്പ്യൻ ബെയ്ലി വേഴ്സസ് ചെൽസി ഗ്രീൻ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ബെയ്ലി വിൻ ചെയ്തതിന് ശേഷം ചെൽസി ഗ്രീന്റെ ടാഗ് ടീം പാർട്ട്ണറായ പൈപ്പർ നിവിൻ ബെയ്ലിയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ബെയ്ലിക്ക് ചെറുതായിട്ട് ഇഞ്ചുറി വരുന്നത് പോലെയെല്ലാം ഈ ഒരു മാച്ചിന്റെ അവസാനം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം AJ സ്റ്റൈൽസ് ബാക്ക് സ്റ്റേജിൽ സ്മാക്ക് ഡൗൺ ജനറൽ മാനേജർ നിക്ക് ആൾഡിൻസുമായി സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ AJ സ്റ്റൈൽസ് പറയുന്നത് ലോഗൻ പോൾ അല്ലെങ്കിൽ കോഡി റോഡ്സ് ഇവരിൽ ആരാണ് ചാമ്പ്യനായി മുന്നോട്ട് പോവുക, അവരുടെ കൂടെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം കൂടി കൊടുക്കണമെന്നാണ് നിക്ക് ആൾഡിൻസിനോട് AJ സ്റ്റൈൽസ് പറയുന്നത്. അപ്പോൾ നിക്ക് ആൾഡിൻസ് പറയുന്നത് AJ സ്റ്റൈൽസിന് WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നറിയാം, എന്നാൽ ഇപ്പോൾ ആ ഒരു മാച്ചെല്ലാം തരാൻ സാധിക്കില്ല, അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോഴും AJ സ്റ്റൈൽസ് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ വെയിറ്റ് ചെയ്യാൻ ഇനി സമയമില്ല, എനിക്ക് ആ മാച്ച് തരണമെന്ന്. അവസാനം നിക്ക് ആൾഡിൻസ് തറപ്പിച്ച് പറയുന്നുണ്ട് നിനക്ക് റീമാച്ചോ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള അവസരമോ ഇപ്പോൾ തരാൻ പറ്റില്ല എന്നൊക്കെ. ശേഷം AJ സ്റ്റൈൽസും അവിടെ നിന്നും ഇറങ്ങിപ്പോകും നിക്ക് ആൾഡിൻസിൻ്റെ ഓഫീസിൽ നിന്നും. ഇതൊക്കെ കാണുമ്പോൾ AJ സ്റ്റൈൽസിന് മറ്റെന്തോ ഒരു പ്ലാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് മാച്ച് നടന്നു. റാൻഡി ഓർട്ടൺ വേഴ്സസ് ടോമ ടോങ്ക ഇവർക്ക് തമ്മിലുള്ള കിങ് ഓഫ് ദ റിംഗ് മാച്ചിന്റെ സെമി ഫൈനൽ മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനേക്കാൾ മുൻപായിട്ട് ബ്ലഡ് ലൈൻ്റെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതായത് ടോമ ടോങ്കയുടെ ബ്രദറായ ടോങ്ക ലോവയ്ക്ക് ഇന്ന് സൗദിയിൽ വരാൻ സാധിച്ചിട്ടില്ല എന്നും പാസ്പോർട്ട് ഇഷ്യൂസ് കാരണം ടോമ ടോങ്ക മാത്രമാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ സോളോ സിക്കാവയോട് പറയുന്നുണ്ട്. ശേഷം റോമനെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റിൽ ഇവർ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മെയിൻ ഇവന്റ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് കാണാനായിട്ട് റോ ബ്രാൻഡിന്റെ സെമി ഫൈനൽ മാച്ച് വിൻ ചെയ്ത ഗന്ധർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടോമ ടോങ്ക റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്തു. ശേഷം റാൻഡി ഓർട്ടൻ തിരിച്ച് അറ്റാക്ക് ചെയ്ത് മാച്ചിൻ്റെ പകുതിക്ക് വെച്ചുകൊണ്ട് കമൻ്ററി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി ബാക്ക് ടു ബാക്ക് 2 ടൈംസ് കമൻ്ററി ടേബിളിൻ്റെ മുകളിലെടുത്ത് അടിച്ചു ടോമ ടോങ്കയെ. പിന്നീട് മാച്ചുമായി മുന്നോട്ട് പോകുമ്പോൾ സോളോ സിക്കാവ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയെങ്കിലും റാൻഡി ഓർട്ടൻ സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റിങ്ങിന് താഴേക്ക് ഇട്ട് പിന്നീട് ടോമ ടോങ്കയ്ക്ക് ഒരു RKO കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റാൻഡി ഓർട്ടനാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സോളോ സിക്കാവ കയറി റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് കെവിൻ ഓവൻസ് അവിടെ വന്നുകൊണ്ട് റാൻഡി ഓർട്ടനെ സേവ് ചെയ്ത് സോളോ സിക്കാവയ്ക്ക് സ്റ്റണ്ണർ കൊടുക്കാൻ നോക്കും. പക്ഷേ സോളോ സിക്കാവ അവിടെ നിന്നും എസ്കേപ്പായി പോകും. അപ്പോൾ കെവിൻ ഓവൻസ് ബാക്ക്ലാഷിന് ശേഷം ഇന്നാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. പിന്നെ റാൻഡി ഓർട്ടനും ഗന്ധറും ഫേസ് ടു ഫേസ് നോക്കി നിന്നുകൊണ്ട് സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് ഇന്നത്തെ സ്മാക്ക് ഡൗൺ അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ സൗദിയിലാണ് നടന്നത്. പിന്നെ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഇന്ന് എന്തായാലും സൗദിയിൽ നടക്കുന്ന കിങ് ഓഫ് ദ റിംഗ് കാണാൻ മറക്കണ്ട രാത്രി 10:30. അതുപോലെ പ്രൊഡിക്ഷൻ വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക.